ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുവിധം എല്ലാ ഫോണുകളും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി, പ്രൈസ്, കാര്യങ്ങളെല്ലാം ആണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരത്തിൽ ഒരു ടെക് ന്യൂസ് എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫോണിലോട്ട് കടക്കാം. ഷവോമി 14 69,999 രൂപയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നാളെ മുതൽ, അതായത് 11-ാം തീയതി മുതൽ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. ലോഞ്ച് ഓഫറായിട്ട് 5,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ട്. അതുകൂടാതെ 5,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഷവോമിയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഷവോമി 14 എന്ന് പറയുന്നത്. അതുകൂടാതെ ഷവോമി 14 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈക്കയുടെ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്ന ഫോൺ, അതിന് 1,00,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് ഏപ്രിൽ 12-ാം തീയതി മുതലാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങുന്നത്. അതിനും ഈ പറയുന്ന പോലെ തന്നെ കാർഡ് ഓഫറും കാര്യങ്ങളും അല്ലാതെ ഉണ്ടായിരിക്കും. ഇനി അധികം വൈകാതെ അതിന്റെ പ്രീ ബുക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും കാത്തിരുന്ന നത്തിങ് ഫോൺ 2A കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തു. ഈ ഒരു ഫോണിന്റെ നോർമൽ പ്രൈസ് വരുന്നത് 23,999 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ 12-ാം തീയതി തന്നെ ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നവർക്ക് 19,999 രൂപയ്ക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വളരെ ലിമിറ്റഡ് യൂണിറ്റുകൾ മാത്രമേ ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും 12-ാം തീയതി 12 മണിക്ക് ഫ്ലിപ്കാർട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ വിവോ V30, V30 Pro ഈ രണ്ട് ഫോണുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ V30യുടെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ 34,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവോ 30 Proയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 42,000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അത്യാവശ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റീരിയോ സ്പീക്കർ ഇതിലില്ല, അതൊന്ന് മനസ്സിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവിടെ ആയിരിക്കും ഓൺലൈനേക്കാൾ കൂടുതൽ ഈ വി സീരീസിന് ഓഫർ ഉണ്ടായിരിക്കുക. സോ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് കിട്ടാനുള്ള ഒരു ചാൻസ് ഓഫ്ലൈനിലുണ്ട്. സാംസങ് ഗാലക്സി M14 4G എന്ന് പറയുന്ന ഒരു ഫോൺ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ. ഞാനടക്കം ഈ ഒരു ഫോൺ ഇത് ഏത് വർഷത്തിൽ ലോഞ്ച് ചെയ്തതാണെന്നുള്ളതൊന്ന് നോക്കിപ്പോയി. ആക്ച്വലി ഇതിൻ്റെ ഒരു 5G വേരിയൻറ്റ്, M14 5G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ ത്രൂ തന്നെ. ഇപ്പോൾ അതിൻ്റെ 4G വേരിയൻ്റ് ആണ്. 8,500 രൂപയ്ക്കാണ്, 8,500 റുപ്പീസിനാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. 4G ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 680യുടെ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഫോൺ, അത്രേ ഉള്ളൂ. റിയൽമി 12 സീരീസിലെ 12 ആൻഡ് 12+ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൂടെയും അതേപോലെ തന്നെ റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൽ 12ന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 16,999 രൂപയാണ്. അതുകൂടാതെ 12+ന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 19,999 രൂപ. പിന്നെ ലോഞ്ചിങ് ഓഫറായിട്ട് കാർഡ് ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഈ ഒരു പ്രൈസിലാണ് നോർമലി സെല് ചെയ്യാനായിട്ട് പോകുന്നത്. TMF ബൈ നത്തിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ, അതായത് നത്തിങ് ബ്രാൻഡിന്റെ ഒരു സബ് ബ്രാൻഡാണ്. അവരുടെ ഒരു TWSഉം അതേപോലെ തന്നെ നെക്ക് ബാൻഡും വന്നിട്ടുണ്ട്. TWSന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,500 രൂപയ്ക്കാണ്. ലോഞ്ച് ഓഫറായിട്ട് 200 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നെക്ക് ബാൻഡ് പ്രോ എന്നാണ് അതിന്റെ പേര് വരുന്നത്. അതിന്റെ പ്രൈസും 2,000 രൂപയാണ്. അവിടെയും ലോഞ്ച് ഓഫറായിട്ട് ഒരു 200 രൂപയുടെ ഡിസ്കൗണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നുണ്ട്. സോ വാങ്ങാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ പോയി വാങ്ങിയ ഒരു 200 രൂപയുടെ കുറവ് കിട്ടും. ലാവ ബ്ലേസ് കർവ് 5G എന്ന് പറയുന്ന ഒരു ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ തന്നെയാണ്. അതായത് 11-ാം തീയതി മുതലാണ് ഇതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. 17,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലാവ ഫോണാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അധികം ആർഭാടമൊന്നും ഇല്ലാതെ ഓപ്പോ F25 Pro എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോ ആണ് മെയിൻലി. വിവോയുടെ പോലെ തന്നെ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു ഫോണും വരുന്നത്. 24,000 രൂപ, അതായത് എക്സാക്ട് പറഞ്ഞ 23,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓപ്പോ F സീരീസൊക്കെ ക്യാമറയിൽ പ്രത്യേകിച്ച് ഈ ഒരു വെളുപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തൃപ്തി തരുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു F സീരീസിൽ വരാറുള്ളത്. അപ്പോൾ ആ ഒരു F സീരീസിൽ
25 Pro എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. അതേപോലെ വലിയ ആർഭാടം ഇല്ലാതെ ആപ്പിളിന്റെ മാക്ബുക്ക് എയർ M3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 13 ഇഞ്ച് വേരിയന്റിന് 1,15,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 ഇഞ്ച് വേരിയന്റിന് 1,35,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു M3 വേരിയന്റ് വന്നതോടുകൂടിയിട്ട് കഴിഞ്ഞ 3.5 വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മാക്ബുക്ക് എയർ M1 ഇതോടെ ഒഫീഷ്യലി ആപ്പിൾ ഡിസ്കണ്ടിന്യൂഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ആ ഒരു M1 നമുക്ക് ഒഫീഷ്യലി ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കില്ല. ബാക്കി ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങാനായിട്ട് സാധിക്കും. മിക്കവാറും നല്ല പോലെ വില കുറയാനും ചാൻസ് ഉണ്ട്. സാംസങ് ഗാലക്സി S24 സീരീസിൻ്റെ ലോഞ്ച് ഇവന്റിൽ സാംസങ് വലിയൊരു സംഭവമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു AI ഫീച്ചറായിരുന്നു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത്. ആ ഒരു ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആൻഡ്രോയിഡ് ഫീച്ചറാണ്, അതല്ലാതെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഫീച്ചർ അല്ല, എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ആ ഒരു ഫീച്ചർ കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ അതല്ല നമ്മളുടെ പ്രശ്നം. പിക്സൽ 7 സീരീസിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പിക്സൽ 7 ആൻഡ് 7 Pro ഈ രണ്ട് ഫോണുകളിലും കിട്ടുന്നതാണ്. സോ നിങ്ങൾ പിക്സൽ 7 സീരീസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്ത് നോക്കുക, ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും കിട്ടും. സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടി പുതിയ ഒരു കൂളിംഗ് ഫീച്ചർ ഇൻഫിനിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂൾ മാക്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നിലവിലത്തെ ഒരു കൂളിംഗ് ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേപ്പർ കൂളിംഗ് ചാമ്പർ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് ചാമ്പർ. ഷവോമിയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ലൂപ്പ് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി, അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടുവരുന്ന കൂളിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫിനിക്സിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തെർമോ ഇലക്ട്രിക് കൂളറും അതേപോലെ തന്നെ കൂളിംഗ് ഫാനും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇത് പ്രാക്ടിക്കലി ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യമേ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പണിപ്പുരയിലാണ് ഇൻഫിനിക്സ് എന്നും പറയപ്പെടുന്നു. MWCയിലാണ് ഈ ഒരു ടെക്നോളജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബാക്കി ഡീറ്റെയിൽ എല്ലാം വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിലെ പോലെ അല്ലെങ്കിൽ ടെലിഗ്രാമിലെ പോലെ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. iOS 17.4 സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു അപ്ഡേഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ബാറ്ററിയുടെ സൈഡിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിൽ വരുന്ന കൺട്രീസിലാണ്. കാരണം ഇനി മുതൽ അവർക്ക് തേർഡ് പാർട്ടി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനും ആപ്പ് സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു ഫീച്ചർ നിലവിൽ EUൻ്റെ അണ്ടറിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോട്ടൊന്നും വന്നിട്ടില്ല. മോട്ടറോളയും അതേപോലെ കോർണിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിൽ ഒരു പാർട്ണർഷിപ്പിൽ എത്തിയിരിക്കുകയാണ്. കോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗോറില്ല ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അത് തന്നെ. ഇനി മുതൽ ഇറങ്ങുന്ന എല്ലാ മോട്ടറോള ഫോണിലും കോർണിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും. അത് 15,000 രൂപയുടെ ആയാലും 5,000 രൂപയുടെ ആണെങ്കിലും ഇനി 1,00,000 രൂപയുടെ ഫോണാണെങ്കിലും എല്ലാ ഫോണിലും കോർണിങ്ങിൻ്റെ ഗ്ലാസ് ആയിരിക്കും. സോ ഏത് റേഞ്ചിലുള്ള ഗ്ലാസ് ആയിരിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. യൂസ് ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഗ്ലാസ് ആയിരിക്കും എന്ന് മാത്രം. കുറച്ചും കൂടി നല്ലൊരു പ്രൊട്ടക്ഷൻ മോട്ടറോള ഫോണുകൾക്ക് കൊടുക്കാനായിട്ട് ഈ കോർണിംഗ് ഗ്ലാസുകൾക്ക് കഴിയും. റിയൽമി നാർസോ 70 Pro എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2ൻ്റെ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ സൈഡ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോണിയുടെ IMX 890യുടെ സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നു. നാർസോ സീരീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീരീസാണ്. എന്തായാലും 70 Pro എന്ന് പറയുന്ന ഒരു മോഡൽ കൂടെ അതിൽ വരുന്നുണ്ട്. OnePlus 13ൻ്റെ ഒരു റെൻഡർ ഇമേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു പക്ഷേ OnePlus 13 ഈ ഒരു ക്യാമറ മൊഡ്യൂളിലായിരിക്കാം വരിക എന്നും പറയുന്നു. ജസ്റ്റ് ആ ഒരു രീതിക്ക് മാത്രം എടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഡിസൈൻ ആയിരിക്കാം. ലെനോവോ യോഗ സ്ലിം 7i എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. ഇന്റൽ കോർ അൾട്രാ 7ൻ്റെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 14 ഇഞ്ചിൻ്റെ LED ഡിസ്പ്ലേ വരുന്നുണ്ട്. 1,05,000 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ലെനോവയുടെ ഒരു സ്ലിം ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം. ഒരു 1.5 കിലോയ്ക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. സോ അങ്ങനെ ഒരു പുതിയൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് എന്ന് മാത്രം. ഗാലക്സി M15 എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ആമസോണിലൂടെ അവൈലബിൾ ആയിരിക്കും. F15 ഉണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, അതിൻ്റെ ഒരു റീനെയിംഡ് വേർഷൻ ആയിരിക്കും മിക്കവാറും M15. മിക്കവാറും അല്ല, അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടിയിട്ട് ആമസോണിലൂടെ M15 എന്ന് പറയുന്ന ഒരു സാംസങ് ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. IQ Z9
12-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ആമസോൺ എക്സ്ക്ലൂസീവ് ആണ്. 20,000 രൂപയ്ക്ക് താഴെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കിടിലൻ ക്യാമറ ഔട്ട്പുട്ടൊക്കെയാണ് ഈ ഒരു ഫോൺ തരുന്നത്. ഇനി ഈ ഒരു ഫോൺ വരുന്നതോട് കൂടിയിട്ട് 25,000 രൂപയ്ക്ക് താഴെയുള്ള ഇപ്പം നിലവിലുള്ള ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, റിയൽമി ആയാലും നത്തിങ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു Z9 കൂടി വരുന്നതോട് കൂടിയിട്ട് നല്ല കിടിലൻ കോമ്പറ്റീഷൻ ആയിരിക്കും 25,000 രൂപയ്ക്ക് താഴെ. അതായത് ഒരു 18,000 മുതൽ 25,000 രൂപ വരെ ഒരുപാട് ഫോണുകളായി ഇപ്പോൾ. അതും എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളത്. കാത്തിരുന്ന് കാണാം ആര് കപ്പടിക്കും എന്നുള്ളത്. ഐറ്റൽ ഐക്കൺ 2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെ ഒക്കെ 1000 രൂപയ്ക്ക് താഴെ ഈ ഒരു വാച്ച് വാങ്ങാനായിട്ട് സാധിക്കും. ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാച്ച് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം, ഇപ്പോൾ ആപ്പിളിൻ്റെ വാച്ചുകൾ വാങ്ങാനായിട്ട് ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ആ ഒരു ലുക്ക് മതി, ആ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയോ ഒന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ലുക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ 1000 രൂപയുടെ ഈ ഒരു വാച്ച് വാങ്ങിയാൽ മതി. എക്സാക്ട് സെയിം, ഒരു മാറ്റവും ഇല്ല. എന്താ അവരുടെ ഡിസൈൻ ടീം ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. ഐറ്റൽ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഇങ്ങനെ കയറി വരുന്നൊരു കമ്പനിയാണ്. ഈച്ചക്കോപ്പി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെ. എന്തായാലും 1000 രൂപയ്ക്ക് താഴെ ബ്ലൂടൂത്ത് കോളിംഗ് IP68 റേറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു വാച്ച് വന്നിട്ടുണ്ട്. നോക്കാം. വിവോ T3 എന്ന് പറയുന്ന ഒരു ഫോണും അധികം വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യും. വേറെ ഒന്നുമല്ല, IQ Z9 ഉണ്ടല്ലോ, അതിൻ്റെ വിവോ വെർഷൻ. സോ ഓൾമോസ്റ്റ് ആ സെയിം പ്രൈസിൽ തന്നെയായിരിക്കും. അതായത് IQ Z9 ഏത് പ്രൈസിലാണോ ഇറങ്ങാൻ പോകുന്നത് ആ ഒരു പ്രൈസിൽ തന്നെയായിരിക്കും ഇത് വരിക. ഒന്നും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. ഡിസൈനിലോ ഇൻറ്റേർണൽസിലോ ഒരു മാറ്റം ഉണ്ടാവില്ല. ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ടുണ്ടാവും. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സാംസങ് ഗാലക്സി A55 ആൻഡ് A35 ഈ രണ്ട് ഫോണും നാളെ ലോഞ്ച് ചെയ്യും. എന്തായാലും പ്രൈസ് നോക്കണ്ട, ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ പോയാലും ആരും ഞെട്ടണ്ട. എന്തായാലും ഒരു 40,000 രൂപ 45,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും A55 വരിക. 35,000 രൂപയ്ക്ക് മുകളിൽ A35 വരും. അങ്ങനെ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ സ്മാർട്ട് ഫോണുള്ള ഒന്നാണ് സാംസങ് ഗാലക്സി A54 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു സക്സസർ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ കൊള്ളായിരിക്കാം. എക്സിനോസ് 1480 പ്രോസറാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ബാക്കിയൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ ഈ ആഴ്ചയിലെ ന്യൂസുകൾ ഇതൊക്കെയാണ്. ഒരുപാട് നല്ല ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒക്കെ അവൈലബിൾ ആണ്. അതിൽ മോട്ടറോള G04, സാംസങ് ഗാലക്സി F15, നത്തിങ് ഫോൺ 2A, അതുകൂടാതെ CMFൻ്റെ ബഡ്സ്, ആ ഒരു TWS, ഇതിൻ്റെ ഒക്കെ റിവ്യൂ അധികം വൈകാതെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.